സോ ഹേയ് ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം പുതിയൊരു വീഡിയോയിലോട്ട്. അതും നമ്മളിപ്പോൾ കാണുന്ന മൈൻക്രാഫ്റ്റിൽ, അതും നമ്മുടെ സ്വന്തം മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസുമായിട്ടാണ്. സോ എൻജോയ് ദ വീഡിയോ. സോ ഗൈസ്, അപ്പം ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് ഇനിയും കാണാൻ താല്പര്യമുണ്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോസ് വരുമ്പോൾ എന്നാലേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വുഡ് മീൻസ് ഇവിടെ ഈ ഓക്ക് ട്രീയിൽ ഒരെണ്ണം വെട്ടി നമുക്ക് കുറച്ച് ടൂൾസും സാധനങ്ങളെല്ലാം പണിയണം. അതിനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം ഈ ഓക്ക് ട്രീ മൊത്തത്തെ അങ്ങ് വെട്ടി തീർക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ടൂൾസ് ഒന്നുമില്ല, പ്രത്യേകിച്ച് വുഡ് കിട്ടാം. അതുകൊണ്ട് കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വുഡ് വെട്ടണം, വെട്ടി ഒന്ന് തീർക്കണം. അതിന് മുമ്പ് തന്നെ എൻ്റെ കുറച്ച് ഗെയിമിൻ്റെ കൺട്രോളൊക്കെ ഒന്ന് മാറ്റണം. അപ്പം ഒന്ന് മാറ്റാവേ. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. നമ്മളെ കൺട്രോൾ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഗെയിം പ്ലേ ഒന്ന് സ്മൂത്തായത്. കുറച്ചും കൂടി വെട്ട് കിട്ടണം. ഇതൊന്നും പണിയാണ്. വേണ്ട, ഇപ്പോൾ തൽക്കാലം ഇത് മതി എന്ന് വെച്ച് നോക്കാം. അങ്ങോട്ട് എന്തോ നോക്കാം. ഓ സവാൻ, ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് ബയോ ബിക്കോസ് ഓഫ് ദ ഗ്രാസ് ടെക്സ്ചർ. നൗ വി ഗോ കളക്ട് സം കോബിൾ സ്റ്റോൺസ്. നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ വേണം, മീൻസ് സ്റ്റോൺ വേണം. ഫസ്റ്റ് ഓഫ് ഓൾ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ചല്ല ഒരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യും. നൗ ഓക്കെ, നൗ വി കളക്ട് സം സ്റ്റോൺ. Okay, that's enough. Some craft and some tools. Okay, sword, axe, pickaxe, shovel. Okay, that's already. Now we go. ഇനി നമുക്ക് കുറച്ച് ബേസ് സെറ്റ് ചെയ്യാനുള്ള ഏരിയ കണ്ടുപിടിക്കണം. എൻ്റെ പ്ലാനിലുള്ളൊരു ഏരിയ കണ്ടുപിടിക്കാൻ നല്ല പാടാണ്. അമ്മാതിരി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലാൻ ഡിസൈനുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് ബിക്കോസ് ഓഫ് സിമ്പിൾ പ്ലാനാണ്. പക്ഷെ ആ ഒരു സ്ട്രക്ചർ കിട്ടാൻ നല്ല പാടാണ് ഗൈസ്. കുറേ ദൂരമാണ്. ഇപ്പം നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും എത്ര ഡേയ്സ് കളിച്ചെന്ന്. 0 ആണ്. നമുക്കെന്തായാലും കുറേ സാധനങ്ങളും കൂടി വേണം. നമ്മുടെ എത്ര ഇതൊക്കെ കളിച്ചെന്ന്. ഞാനിപ്പം ഇച്ചിരി വീഡിയോയുടെ സ്പീഡ് കൂട്ടിയേക്കാണ്. ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കാണുമ്പോൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നമുക്ക് കയറാൻ കുറച്ച് ആനിമൽസ് ഉണ്ട്, അതിനെ എല്ലാത്തിനെയും കൊല്ലണം. അത് ഫസ്റ്റിലത്തെ കാര്യം. കാരണം സ്റ്റാർവിങ് വരുമ്പം മീൻസ് ഹങ്കർ വരുമ്പോൾ നമുക്ക് സാച്ചുറേഷൻ കൂടണമെങ്കിൽ ഇത് തന്നെ വേണം. ലൈക്ക് മീറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെ ഫുഡായിട്ട് കഴിച്ചാലേ അത് പെട്ടെന്ന് കൂടത്തോളൂ. സെക്കൻഡ്, എനിക്ക് ഈ തറയുള്ള കരിയില അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. മൈൻക്രാഫ്റ്റ് ലൈക്ക് അതിൻ്റെ ഒരു ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ബേസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു ബോട്ട് വേണം. അപ്പം എഗെയിൻ വി കളക്ട് സം വുഡ്. ദാറ്റ്സ് ബ്രോ. Oh my god. Okay, that's enough. ബോട്ട് ഈ വുഡ് എടുത്തുന്ന ഭയങ്കര മെനക്കേടായിട്ടുള്ള പരിപാടിയാണ് ബ്രോ. ലിറ്ററലി ഇവിടെ എന്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ മൈ ഗോഡ്, ഈ ലേക്ക് ഇവിടെ എൻ്റെ ആവുകയാണ്. യെസ്, ദാറ്റ്സ് കറക്റ്റ്. സം ഷുഗർ കെയിൻ നിൽക്കുന്നതൊന്നും ഇപ്പോൾ കളക്ട് ചെയ്യേണ്ട, അതൊക്കെ കിട്ടിക്കോളും. ഓക്കെ ഗൈസ്, ഇപ്പം നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ ബേസാണ്. പുതിയ ബേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ, അതിന് പറ്റിയൊരു സ്ഥലമാണ് ഗൈസ് ഇത്. മീൻസ് കടലിൻ്റെ നടുക്കായിട്ടൊരു ചെറിയ ഐലൻഡ്, വളരെ ചെറിയൊരു ഐലൻഡ്. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റിനും മീൻസ് ഈ ഒരു ഐലൻഡിന് ചുറ്റിനും ഒരു സർക്കിൾ കണക്ക് പണിഞ്ഞിട്ട് അതിനകത്ത് നമ്മുടെ ബേസ് ആക്കണം, സർക്കിൾ വരച്ചിട്ട്. ഓക്കെ, നമുക്ക് ആദ്യം നമ്മുടെ കയ്യിലുള്ള ഈ സീഡ്സൊക്കെ ഒന്ന് നടാം. അത് അല്ലേ നമ്മളിവിടെ വിശന്നയാവും. ആനിമൽസിനെ കൊല്ലാം, പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഐലൻഡ് ഒന്നും അങ്ങനെ സ്പോൺ ആയില്ല. നമുക്ക് അടുത്തുള്ളൊരു ഐലൻഡിൽ പോകണം, അവിടുന്ന് വേണം സംഭവങ്ങളൊക്കെ എടുക്കാൻ. മൊബൈൽ പ്ലേ ആയതുകൊണ്ട് കുറച്ച് ലാഗുണ്ട്, ക്ഷമിക്കണം. അടുത്ത വീഡിയോയിൽ എന്തായാലും ഇത് ശരിയാക്കുന്നതായിരിക്കും. കൺട്രോൾ കുറച്ചും കൂടി ഒന്ന് ശരിയാക്കാൻ. ഓക്കെ, ഒന്നും കൂടി ഒരു പ്ലോട്ടും കൂടി വേണം. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. നെക്സ്റ്റ് നമുക്കിനി കുറച്ച് ഫർണസ് അങ്ങനെയുള്ള കുറച്ച് സാപ്ലിങ് കണ്ടുപിടിക്കണം വുഡിൻ്റെ. അപ്പോൾ അടുത്ത ഐലൻഡിൽ പോയിട്ട് കുറച്ച് സാപ്ലിങ്ങിന് വേണം. മീൻസ് ജംഗിൾ സാപ്ലിങ്, ഓക്ക് സാപ്ലിങ്, അതൊക്കെ വെച്ച് നമ്മുടെ ഇവിടെ തന്നെ വുഡ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. അതിനായിട്ട് ഞാൻ എന്തായാലും എൻ്റെ ബോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും എന്തെങ്കിലും മറക്കുന്നുണ്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടി? ബെഡ് വേണം.
ഓക്കെ ദാറ്റ്സ് എ ബിഗ് നെറ്റ്സ് നോട്ട് പ്രോബ്ലം നൗ വി ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ പോകുന്ന ഈ ഇപ്പോൾ കാണുന്ന ഈ വലിയ ഐലൻഡിലോട്ടാണ്. ഇവിടെ ബോട്ട് പാർക്ക് ചെയ്യാനായിട്ട് വലിയ സ്ഥലമൊന്നുമില്ല, കുന്നും മല തന്നെയാണ്, ക്ലിഫ് കണക്കുള്ള സ്ഥലമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരു കേവ് കാണുന്നുണ്ട്, നല്ലതാണ്, മൈനിങ്ങിന് പോവാം. ഓ മൊത്തം ഇവിടെ കുന്നുമലയാണല്ലോ, നമുക്ക് എന്തായാലും മണ്ടയ്ക്കോട്ട് കയറാം. കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് ഈ മല കയറുന്നത്. ദാറ്റ്സ് ദി ക്രേസി ജോബ്. നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം, അത് തന്നെയാണ് നല്ലത്. ഓക്കെ ഗായ്സ്, കുറച്ച് വുഡ് വെട്ടാം. Again, the wood cultivation was so boring, bro. Okay, അതും ജംഗിളാണോ തോന്നുന്നത്? യെസ് that's a jungle. We collect some oak saplings from this tree. Bro, that's again boring. We go. ഓക്കെ ബ്രോ, ദാറ്റ്സ് ഇനഫ്. കിട്ടിയപ്പോണ്ട് മരം വെട്ടുന്ന ഈ ഓക്ക് സാപ്ലിങ് കണ്ടുപിടിക്കണം, ഭയങ്കര ബോറിംഗ് ആണ്. സബ് കളക്ട് ദിസ് കോൾ അഗെയിൻ മൈനിങ്. ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഇനഫ്. വേണ്ട എല്ലാ പ്രൈമറി റിസോഴ്സസ് ദാറ്റെല്ലാം ഗാദർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ കിടന്നുറങ്ങി. Day 5 വീഡിയോ എൻ്റെ ആകുമ്പോൾ Day 5 ആയി. അപ്പം എത്ര നേരം കളിച്ചാണെന്ന് നിങ്ങൾക്കറിയാം. 1 Minecraft day 20 minutes equal 10 minutes 15 minutes ഓഫ് ഞാൻ ഇത് കളിച്ചുകൊണ്ട് മൈൻക്രാഫ്റ്റ് ഫസ്റ്റ് ഡേ തന്നെ ഇൻ മൈ റിയൽ ലൈഫ്. നൗ വി ഗോ ടു അവർ ദിസ് ഏരിയ. ദിസ് ഗെയിം ലിറ്ററലി നോട്ട് എ ബോറിംഗ് ഗെയിം, ബട്ട് സം സ്റ്റേജസ് ദിസ് ഹാവ് കം മോർ ബോറിംഗ്. ഓക്കെ ഗൈസ്, ബോറിംഗ് പാർട്സ് എല്ലാം മിക്കവാറും തീരും. നമ്മൾ ബേസ് ഏരിയയ്ക്കുള്ള സ്ഥലം അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് ഓക്കെ ബെഡ് പ്ലേസ് ചെയ്യാം. വേണ്ട കുറച്ച് സംഭവങ്ങളെല്ലാം ക്രാഫ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ നമുക്ക് ഒരു ചെസ്റ്റ് പണിയണം. അതിനായിട്ട് കുറച്ച് വുഡ് ആയില്ല. ഓക്കെ നോ വി ക്രാഫ്റ്റ് എ ചെസ്റ്റ്. ഓക്കെ ദാറ്റ്സ് ഓൾ റൈറ്റ്. നമുക്ക് ഇനി ചെസ്റ്റ് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്യണം. തലവേദനടിച്ച പരിപാടിയാണ്. ഓ മൈ ഗോഡ്. ഓക്കെ, ബോറിങ് പരിപാടിയെല്ലാം കഴിഞ്ഞു. എല്ലാം സോർട്ട് ചെയ്തപ്പോണ്ട് നമുക്കിനി കുറച്ചൊരു ടൂൾസ് കുറച്ച് വേണ്ട, ഒരു സോഡ് മാത്രം മതി. സോഡ് വെക്കാം. അടുത്ത വീഡിയോയിൽ നമ്മളെ ബേസിൻ്റെ പണി തുടരാം. ഓക്കെ, അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ആർമറെല്ലാം ഒന്നിടാം. ഓക്കെ, ലൈക്ക് എല്ലാം സെറ്റ് ആയപ്പോണ്ട് ഒരു ലെതർ ആർമർ കിട്ടിയതാണ്. ഞാൻ ഈ വരുന്ന വഴിക്ക് എനിക്കൊരു വില്ലേജ് കണ്ട്, അവിടുന്ന് കയറി കിട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ. അവിടെ കുറച്ച് ലെതർ ആർമറൊക്കെ ഇരുന്ന് ഇനി നമുക്ക് ഈ മരമൊക്കെ ഒന്ന് നട്ടു വെക്കാം. ഓക്കെ നോ വി സാപ്ലിങ്സ്. ഓക്കെ, അതും സെറ്റായി. നമുക്ക് ഇനി അടുത്തത് ഈ മരമെല്ലാം ഒന്ന് മുറിക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഫുഡെല്ലാം ഒന്ന് കഴിക്കട്ടെ ഗൈസ്. ഒന്നാമത് ചാറവായിട്ടിരിക്കുകയാണ് ക്യാരക്ടർ ഇൻ മൈൻക്രാഫ്റ്റ്. സാച്ചുറേഷൻ 3 തരുന്നത് ഇല്ലേ കുക്ക്ഡ് സാധനങ്ങൾ. ഓക്കെ, ഞാൻ പ്ലാൻ പറയാം. ഇതിന് ചുറ്റിനും ഒരു സർക്കിൾ പണിയാനാണ് എൻ്റെ പ്ലാൻ, ഈ ഐലൻഡിന് ചുറ്റിനും. അതിനായിട്ട് എനിക്ക് ചോദിക്കാനുള്ള നിങ്ങളുടെ അടുത്ത് ഇവിടെ ആയിട്ട് ഇങ്ങനൊരു ചെറിയതാ ഇപ്പം സൈഡ് കാണുന്നുണ്ടോ, ഒരു ചെറിയൊരു ഐലൻഡ് കണക്കുള്ള സംഭവം ഉണ്ട്. ഇത് അത് അതിൻ്റെ ചുറ്റിനും സർക്കിൾ പണിയണോ, അതല്ലാതെ ഈ സർക്കിളിലൂടെ തന്നെ അത് ചേർത്ത് അതങ്ങ് പൊട്ടിച്ച് കളയണോ? അത് കണക്ക് തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് അതേപോലെ തന്നെ ഒരു ഐലൻഡ്. എനിക്ക് കാണിച്ചു തരാം. എന്തുകൊണ്ടെന്നുണ്ട് അവിടെ ആയിട്ട് ഞാൻ അവിടെ ടോർച്ചൊക്കെ വെച്ച് ഐലൻഡൊക്കെ ഒന്ന് ലൈറ്റ് അപ്പ് ചെയ്തേക്കൊണ്ട് ഈ സംഭവം അതും പൊട്ടിച്ച് കളയണോ അതോ ഈ സർക്കിളിലിട്ട് അതങ്ങ് നിർത്തിയേക്കണോ എന്നാണ് ഞാൻ നിങ്ങളുടെ ചോദിക്കുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തേക്ക്. അത് ഇനി പറ്റൂ, ഞാൻ ഇനി എന്തെങ്കിലും ചെയ്തിട്ട് പൊട്ടത്തരായി പോകത്തുള്ളൂ. എന്തായാലും നമുക്ക് നൈറ്റ് ആയില്ല കിടന്നുറങ്ങാൻ, ഫുഡും കൂടി എടുക്കാം. ഫുഡെല്ലാം കിട്ടി. അപ്പം നിങ്ങളെന്തായാലും ഇത്രയും കണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തോ ചെയ്യണമെന്ന് താഴെ കമൻറ്റ് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പം ഇതുവരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് അടിച്ചിട്ടില്ലേ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിനായിട്ട് സ്റ്റേ ട്യൂൺ. അപ്പം ഇതുവരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അഗെയിൻ. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ബേസ് എങ്ങനെ ആക്കണമെന്ന് എൻ്റെ മനസ്സിൽ ഐഡിയ ഉണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അത് കണക്ക് ഞാൻ പണിയുന്നതായിരിക്കും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അഗെയിൻ ഐ സേ
താങ്ക് യു ഫോർ വാച്ചിങ്. യു ഗൈസ് സൈനിങ് ഔട്ട് ഫ്രം ലിയോ.